ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു കല്യാണ ബിരിയാണി കഴിക്കാൻ പോയാലോ? കല്യാണ ബിരിയാണി എന്താണെന്നല്ലേ, കല്യാണ വീടുകളിൽ മാത്രം കിട്ടുന്ന നല്ല അടിപൊളി ബിരിയാണി. സത്യം പറയാലോ, ഈ മുസ്ലിംസ് വയ്ക്കുന്ന ബിരിയാണി എന്തൊരു ടേസ്റ്റാണ്. അവരെ പോലെ ആർക്കും ബിരിയാണി വെക്കാൻ പറ്റില്ല. നമ്മളൊക്കെ വെക്കുമെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടിട്ട് എനിക്ക് ആഗ്രഹം, പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് നല്ല കല്യാണത്തിനൊക്കെ പോയിട്ടുള്ള ആ ഒരു ബിരിയാണി കഴിക്കണമെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും ബഹ്റൈനിലെ ബിരിയാണിക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നാട്ടിൽ വന്നത് വീട്ടിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് അമ്മയ്ക്കൊരു കല്യാണ ക്ഷണം. ഈ ഒരു കൊതി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് വാ നമുക്ക് പോകാം, നമുക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ബിരിയാണി കഴിക്കാൻ ഞാൻ പോകുന്നത്. സത്യത്തിൽ കല്യാണം കൂടാൻ പോകുന്നൊന്നല്ല, ബിരിയാണി കഴിക്കാൻ പോകുന്നത്. പക്ഷേ പുറത്താരോട് പറയാൻ പറ്റില്ലല്ലോ. അമ്മയാണെങ്കിൽ ഒടുക്കത്തെ ചമ്മലോട് കൂടിയാണ് വരുന്നത്. ഞാനില്ല എന്നൊക്കെ പറയാം. എന്തോ ഇല്ല, ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്ന പോലെയായിരുന്നു അമ്മയുടെ ഫീലിംഗ്. എനിക്ക് ആളെ അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്തോ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോലെയായിരുന്നു ഒരുങ്ങി പോയിരുന്നു കേട്ടോ. അത് വേറൊരു കാര്യം. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഇട്ടത് അമ്മയുടെ ചുരിദാറായിട്ടോ. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ എനിക്ക് അമ്മയുടെ ചുരിദാർ എല്ലാം നല്ല കറക്റ്റ് ഫിറ്റാണ്. ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചുരിദാർ ഇങ്ങനെ സ്വന്തം പോലെ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നത്. ആയിട്ടൊരു സന്തോഷം എടുത്തിട്ട് ഒരുങ്ങിയില്ലേ ചോദിച്ചിട്ട് അമ്മ അലറുന്നുണ്ട്. അപ്പോൾ പോയി ബിരിയാണി കഴിച്ചിട്ട് വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ ഉമ്മ.